വടകരയിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഉണ്ടായ വിവാദങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും അവസാനം വന്ന കാഫറിന് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന പേരിൽ ഷാഫിക്ക് അനുകൂലമായി ചില വാട്സാപ്പ് ഫോർവേഡുകൾ ഉണ്ടായി എന്നുള്ള പ്രചാരണം നടന്നു. അത് പിന്നീട് തെരഞ്ഞെടുപ്പിന് ശേഷവും CPIM ഏറ്റെടുക്കുകയും വലിയ പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തു. UDFൻ്റെ ക്ലെയിം ഇത് CPMകാർ തന്നെ ഉണ്ടാക്കിയ വ്യാജ സ്ക്രീൻഷോട്ടാണ് എന്നതാണ്. അപ്പോൾ ഇത്ര ദിവസം പിന്നിടുന്നു, ഇത്ര വലിയ തോതിലുള്ള എന്താ പറയുക ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾക്ക് ഇതിൻ്റെ കാരണമായിട്ട് കൂടി ആരാണിത് ഉണ്ടാക്കിയത് എന്ന് കണ്ടെത്താൻ, ഇതിൻ്റെ സോഴ്സ് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പോലീസിൻ്റെ അന്വേഷണം ആ നിലയ്ക്ക് ആക്റ്റീവായി നടക്കുന്നില്ല എന്നാണ് ഉയർന്നു വരുന്ന ഒരു ആരോപണം. പെട്ടെന്ന് CPM ആവട്ടെ ഒരു സമാധാന യോഗത്തിന്, ഒരു സന്ധിക്ക് നമ്മൾ കൂടിയിരുന്നുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന ഒരു പുതിയ ഇനീഷ്യേറ്റീവിന് തുടക്കം കുറിക്കുകയും ചെയ്തിരിക്കുന്നു. വേണ്ട, ഈ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ആരാണെന്ന് കണ്ടുപിടിച്ചിട്ട് സമാധാന യോഗമാകാം എന്നാണ് ഇപ്പുറത്തുനിന്ന് ഉയർന്നു വരുന്ന പ്രതികരണം. CPM തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവർ തന്നെ അതിൻ്റെ പൊടുന്നനെ പരിഹാരത്തെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്ന ഒരു നാടകമാണെന്ന ആക്ഷേപം ഇവർ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ ഈ കാഫർ സ്ക്രീൻഷോട്ട്, അതിന് അവിടെ നിന്ന് ഉയർന്നു കേട്ട ഈ വിഭജനത്തിൻ്റെ സ്വരമുള്ള പ്രചാരണ സ്ട്രാറ്റജികൾ, ഇതിൻ്റെയൊക്കെ ക്ലൈമാക്സ് എന്തായി എന്നതിനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കുകയാണ് അവസാനത്തെ വിഷയത്തിൽ. ദൗസേബിന് എന്താണ് തോന്നുന്നത്? CPM വേണ്ട, കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതെ നമുക്കിത് പരിഹരിക്കാമെന്ന് പറയുമ്പോൾ അതിന് സമയമായിട്ടില്ല എന്ന് പറയുകയാണ് UDF. ഇതൊരു ഭയങ്കര തമാശയുണ്ട് നിഷാദെ. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിവാദം ഇതായിരുന്നല്ലോ. കാഫിർ എന്താണ് 5 നേരം നിസ്കരിക്കുന്ന ഷാഫി ഉണ്ടായിരിക്കുക, കാഫിറായിട്ടുള്ള ഷൈലജയ്ക്ക് വോട്ട് ചെയ്യണോ എന്നുള്ള ഒരു സ്ക്രീൻഷോട്ട് PK മുഹമ്മദ് കാസിം എന്ന് പറയുന്ന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രാദേശിക ഭാരവാഹി എന്താണ് നെടുമ്പ്രമണ്ണ ശാഖ യൂത്ത് ലീഗ് എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് CPIM ആണ് പ്രചാരണം നടത്തുന്നത്. അത് KK ലതികയുടെ ഫേസ്ബുക്ക് പേജിലാണ് അവർ ആദ്യമായിട്ട് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നു. ആ സ്ക്രീൻഷോട്ട് അവരതിൽ പങ്കുവെക്കുന്നു. അപ്പോൾ അത് സംസ്ഥാനത്ത് വലിയ തോതിലുള്ള രാഷ്ട്രീയ വിവാദമായി. രാഷ്ട്രീയ വിവാദം എന്ന് പറഞ്ഞാൽ CPIMൻ്റെ രാഷ്ട്രീയ നേതാക്കൾ ഒരു വശത്ത് അത് ഏറ്റെടുക്കുന്നു. CPIMൻ്റെ ഈ സൈബർ അണികൾ വ്യാപകമായി അതേക്കുറിച്ച് എഴുതുന്നു. മഹാബുദ്ധിജീവികൾ വരെ. ഇപ്പോൾ ഡോക്ടർ KN ഗണേഷ് എന്ന് പറഞ്ഞിട്ടൊരു ബുദ്ധിജീവിയുണ്ട്. അദ്ദേഹം അസാധാരണ സാഹചര്യത്തിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന എല്ലാ കാര്യങ്ങളെയും അങ്ങേയറ്റത്തെ സൈദ്ധാന്തികമായി വിശകലനം ചെയ്യുന്ന ആളാണ്. അദ്ദേഹം പോലും വടകര വിഷയത്തിൽ വീഡിയോ പോസ്റ്റ് ചെയ്തു. അപ്പോൾ CPMൻ്റെ എല്ലാ നിലക്കുമുള്ള അതിൻ്റെ സൈദ്ധാന്തിക നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വം, സൈബർ നേതൃത്വം എല്ലാവരും ഒരേപോലെ ഏറ്റെടുത്തൊരു വിഷയമാണത്. അപ്പോൾ അതിപ്പോൾ ഏതാണ്ട് ഒരു മാസം കഴിയുകയാണ്. പിന്നെ ഇതുവരെ അതിൽ പ്രതികളെ പിടിച്ചിട്ടില്ല. ഇപ്പോൾ PK മുഹമ്മദ് കാസിം എന്ന് പറയുന്ന ഒരാളാണിത് ചെയ്ത് എന്ന അദ്ദേഹത്തിൻ്റെ പേരിലെ സ്ക്രീൻഷോട്ടാണല്ലോ CPM പ്രചരിപ്പിക്കുന്നത്. അയാൾ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അറസ്റ്റ് ചെയ്തിട്ടില്ല മാത്രമല്ല, പുള്ളി പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. വടകര ലോക്കൽ പോലീസിൽ പരാതി കൊടുത്തു, ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തു, DGPക്ക് പരാതി കൊടുത്തു. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്, ഇത് നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ, ഞാനാണിത് ചെയ്തതെന്ന് തെളിയിക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപ. ആദ്യം അദ്ദേഹം ഓഫർ കൊടുത്തത് 10 ലക്ഷം മറ്റായിരുന്നു. ഇന്നലെ മിനിയാന്ന് MSFൻ്റെ സമ്മേളനത്തിൽ പുള്ളി പ്രസംഗിക്കുന്നത്, കോടികൾ ഞാൻ തരാം, ഇത് ഞാനാണ് ചെയ്തതെന്ന് തെളിയിക്കുന്നതെങ്കിൽ ഞാൻ കോടികൾ തരാം. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം, CPIM-ഉം അല്ലെങ്കിൽ LDF-ഉം UDF-ഉം ഉന്നയിക്കുന്ന ഒരേ വിഷയമാണ്. എന്താണ്? ഇങ്ങനെ സ്ക്രീൻഷോട്ട്. അപ്പോൾ ഈ സ്ക്രീൻഷോട്ടിൽ അതിൻ്റെ ഉത്തരവാദികളായിട്ടുള്ള പ്രതികളെ പിടിക്കണം എന്ന ആരോപണം ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേപോലെ ഉന്നയിക്കുന്നു. ഈ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് മാരക സ്വഭാവമുള്ളൊരു സ്ക്രീൻഷോട്ടാണെന്ന കാര്യത്തിൽ സംശയമില്ല. അത് വർഗീയ വിഭജനം ഉണ്ടാക്കുന്ന അങ്ങേയറ്റം മോശപ്പെട്ടൊരു സംഗതിയാണ്. അതിൻ്റെ ആളുകളെ പിടിക്കണമെന്ന് ഒരേപോലെ പ്രതിപക്ഷവും ഭരണപക്ഷവും ആവശ്യപ്പെടുന്നു. എന്നിട്ട് എന്താ പിടിക്കാത്തത്? അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. ഇത്രയും ഗുരുതരമായ സാമൂഹിക ആഘാതമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തി ചെയ്ത ആളെ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളത് സംസ്ഥാനത്തെ പോലീസിൻ്റെ ഉത്തരവാദിത്തമല്ലേ. അപ്പോൾ അതേക്കുറിച്ച് അത് കൊണ്ടുവരണമെന്ന് അതാണ് തമാശ. ഇവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, UDF ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാണ് CPM അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കാത്തത്? അല്ലെങ്കിൽ CPMൻ്റെ കയ്യിൽ ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ടാണ് അതിൽ ഉണർന്ന് പ്രവർത്തിക്കാത്തത്?
അത് ഭയങ്കരമായ സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. റവല്യൂഷണറി ഈ RMPയുടെ യുവജന വിഭാഗം ഔദ്യോഗികമായി പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. CPMൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ മകൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതിൻ്റെ പുറകിലെന്ന്. ഈ പറയുന്ന RMPയുടെ നേതാക്കളും ആ നിലയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വശത്ത് വരുന്നുണ്ട്. മറുവശത്ത് സർവകക്ഷി യോഗം എന്നുള്ള ആവശ്യമായിട്ട് CPMൻ്റെ ജില്ലാ സെക്രട്ടറി വരുന്നുണ്ട്. എന്തിനാണ് സർവകക്ഷി യോഗം? ഇവിടെ ഒരു ഒഫൻസ് ഉണ്ട്, ഒരു ക്രൈം ഉണ്ടായി. ആ ക്രൈമിൽ പെട്ട ആളുകളെ പിടിക്കണമെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. അത് പിടിക്കുക എന്ന ഉത്തരവാദിത്തമാണ് പ്രാഥമികമായി ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ പോലീസ് ഒളിച്ചു കളിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ CPM അതിൽ താല്പര്യമില്ല എന്നാണെങ്കിൽ അത് വേറെ ചില സംശയങ്ങളിലേക്ക് നയിക്കും. അപ്പോൾ ഇപ്പോൾ അതിന് ഉത്തരം പറയേണ്ടത് CPM ആണ്. എന്തുകൊണ്ടാണ് പോലീസ് പ്രതികളെ പിടിക്കാതെ? CPM ആണ് ഇത് ഏറ്റവും കൂടുതൽ ഉന്നയിച്ചിട്ടുള്ളത്. ഇത്രയും ഗുരുതരമായ ഒരു പ്രശ്നമായിട്ട് നിങ്ങൾ തന്നെ ഉന്നയിച്ച ഒരു വിഷയത്തിൽ ഒരു മാസം ആയിട്ടും എന്തുകൊണ്ട് പ്രതികളെ പിടിക്കുന്നില്ല എന്ന ചോദ്യം ഗൗരവപ്പെട്ട ഒരു ചോദ്യമാണ്. CPM ഒരു ഡിഫൻസ് പൊസിഷനാണല്ലോ ഇപ്പോൾ ഉള്ളത്. ഈ കാസർഗോഡ് കഴിഞ്ഞ ദിവസം വീട്ടിൽ ഉറങ്ങിക്കിടന്ന ഒരു പെൺകുട്ടിയെ ഒരാൾ എടുത്തു കൊണ്ടുപോയി പീഡിപ്പിക്കുകയും സ്വർണം കവരുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ പ്രതി ആരാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. CCTV ദൃശ്യങ്ങളുണ്ട്. അയാൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞു. കുടവ് സ്വദേശി ഒരാളാണ്. പക്ഷേ അയാൾ ഇതുവരെയും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം അയാൾ മൊബൈൽ ഉപയോഗിക്കുന്ന ആളല്ല. ഇപ്പോൾ ഈ ഡിജിറ്റൽ ഫുട് പ്രിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പുതിയ കാലത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ എത്തിപ്പെടാൻ കഴിയുന്ന ഒരു സാധനം തന്നെയാണ്. ഇപ്പോൾ ഞാനൊരു സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ആ സ്ക്രീൻഷോട്ട് ഏത് മെഷീനിൽ നിന്നാണ്, ഏത് സമയത്താണെന്നുള്ളത് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ സംഭവിച്ചെന്താണ്, ഇവിടെ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ പേരിൽ, അയാൾ ജീവിച്ചിരിക്കുന്ന ഒരാളാണ്, അവിടുത്തെ ഒരു മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഭാരവാഹിയായ ഒരാളുടെ പേരിൽ ഒരു സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെടുന്നു. അത് വലിയ തോതിൽ വൈറലാവുന്നു. ഇത് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് KK ശൈലജയുടെ മറ്റേ ലതികയുടെ ഇതിലല്ല, അമ്പാടി മുക്ക് സഖാക്കളാണ്. പക്ഷേ ഇതൊരു ഒരു ആരോപണമായിട്ട് അമ്പാടി മുക്ക് സഖാക്കളിൽ ഇത് പ്രത്യക്ഷപ്പെടുന്നു. 5 മിനിറ്റിനുള്ളിൽ അത് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെടുന്നു. ഇതിനകം തന്നെ അത് വൈറലാവുന്നു, ലോകം മുഴുവൻ പ്രചരിക്കുന്നു. അങ്ങനെ ഉണ്ടായിട്ടില്ല. ഈ അമ്പാടി മുക്ക് സഖാക്കളെ പറ്റി വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. OK വാസു മാസ്റ്ററോടൊപ്പം RSSൽ നിന്ന് CPMലേക്ക് എത്തിയ സഖാക്കളാണ് അമ്പാടി മുക്ക് സഖാക്കൾ കൂടി മനസ്സിലാക്കണം. അപ്പോൾ ഇതിങ്ങനെ വളരെ പെട്ടെന്ന് പ്രചരിക്കുന്നു. അത് ഏറ്റെടുക്കുന്ന ആരാണ്? ഇപ്പോൾ പറഞ്ഞതുപോലെ ബുദ്ധിജീവികൾ ഉൾപ്പെടെ, CPMൻ്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഒരുപാട് പേർ, പുറത്തു നിന്നുള്ള സാംസ്കാരിക പ്രവർത്തകർ എന്ന് അറിയപ്പെടുന്ന CPM അനുകൂലികളായ, വിയോജിപ്പോടെ ഇടതുപക്ഷം എന്ന് പറയാറുള്ള ആൾക്കാർ പോലും അത് ഷെയർ ചെയ്യാനുണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് വളരെ മോശം ഒരു കാര്യമാണ്. തെരഞ്ഞെടുപ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, വടകരയിലെ തെരഞ്ഞെടുപ്പ് നല്ല രസകരമായി തുടങ്ങുകയും മോശമായി അവസാനിക്കുകയും ചെയ്തൊരു തെരഞ്ഞെടുപ്പാണ്. രസകരമായി തുടങ്ങുക എന്ന് പറഞ്ഞാൽ CPMൻ്റെ അവൈലബിൾ ബെസ്റ്റ് കാൻഡിഡേറ്റാണ് ഷൈല ടീച്ചർ. ഷാഫി വന്നതോടുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം നടക്കുന്നൊരു മണ്ഡലമായി വടകര മാറുകയും വലിയ തരംഗം ഉണ്ടാക്കുകയും, രണ്ട് പക്ഷവും LDFും UDFും വലിയ തരംഗം ഉണ്ടാക്കുകയും ഓളം സൃഷ്ടിക്കുകയും ചെയ്തൊരു തെരഞ്ഞെടുപ്പാണ്. അവസാനമായപ്പോൾ അതെന്തായി മാറി? ഇങ്ങനെയൊരു വർഗീയതയിലേക്ക് പോയി, വർഗീയമായ പ്രചാരണത്തിലേക്ക് നീങ്ങുകയാണ്. ഞാൻ ഈ ബിഗ് ഫൈറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ കാസർഗോഡ് നിന്ന് സഞ്ചരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് വടകര ഒരു ഹോട്ടലിലാണ് താമസിക്കുന്നത് രാത്രി. അപ്പോൾ അന്ന് രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ കുറേയധികം CPM നേതാക്കന്മാർ വരുന്നു. എന്താണെന്ന് ചോദിക്കുമ്പോൾ CM വരുന്നുണ്ട്, CMൻ്റെ നേതൃത്വത്തിൽ റിവ്യൂ യോഗം നടക്കുകയാണെന്ന് അവർ പറയുകയാണ്. സാധാരണ ഇതിൽ CM അല്ല റിവ്യൂ ചെയ്യാറുള്ളത്, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പോൾ CM വരുന്നുണ്ടെങ്കിൽ വടകര അത്രമാത്രം CPM പ്രാധാന്യം കൽപ്പിക്കുകയാണ്. അതിന് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഷൈല ടീച്ചർ വടകര തോൽക്കുക എന്നുള്ളത് പല രീതിയിൽ CPMനകത്ത് തന്നെ പല പ്രശ്നങ്ങളുണ്ടാക്കും. ഒന്ന്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അവരെ മന്ത്രിയാക്കാതെ മാറ്റി നിർത്തി ഷൈല ടീച്ചറെ എന്ത് ചെയ്യാണ്, ഒതുക്കിക്കളഞ്ഞു എന്നൊരു പ്രചാരണം നിലനിൽക്കെ വടകര പോലെ തീർച്ചയായിട്ടും തിരിച്ചു പിടിക്കാവുന്ന ഒരു സീറ്റിൽ തോൽക്കുക എന്നത് CPMനെ സംബന്ധിച്ച് അസാധ്യമായ, ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അപ്പോൾ ചിന്തിക്കാൻ കഴിയാത്ത കാര്യമായതുകൊണ്ടാണ് ഷാഫി വന്നുണ്ടാക്കിയ ഓളത്തിൽ ഷൈല ടീച്ചർ തോക്കാൻ പാടില്ല എന്ന് LDF തീരുമാനിക്കുന്നത്. അപ്പോൾ CM തന്നെ വന്നിട്ട്, മുഖ്യമന്ത്രി തന്നെ വന്നൊരു റിവ്യൂ മീറ്റിംഗ് നടത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ ആ റിവ്യൂ മീറ്റിംഗ് നടന്നതിന് ശേഷമാണ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ നടന്നത്. അതിനുശേഷമാണ് ഈ പറയുന്ന സ്ക്രീൻഷോട്ടൊക്കെ പുറത്തു വരികയും ചെയ്തത്. ഇത് പോലീസിനെ സംബന്ധിച്ച് ഇത് എവിടെ നിന്ന് വന്നു എന്ന് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇനി ഇത് കൃത്രിമമായി സൃഷ്ടിച്ചതാണ്, അങ്ങനെയാണല്ലോ UDF ആരോപിക്കുന്നത്. CPM തന്നെ സൃഷ്ടിച്ചതാണെന്ന് അങ്ങനെ UDFൻ്റെ ആരോപണം ശരിയാണെങ്കിൽ അത് ചെയ്യാൻ തീരുമാനിച്ച തലച്ചോറ് ബുദ്ധിയില്ലാത്ത തലച്ചോറ് എന്ന് ഞാൻ പറയാൻ കഴിയും. കാരണം അത് പല കാരണങ്ങളാൽ പ്രശ്നമാണ്. ഒന്ന്, ജീവിച്ചിരിക്കുന്ന ഒരാളുടെ പേരിലാണ് ആ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കുന്നത്. അയാൾക്കത് വളരെ എളുപ്പം ഡിനൈ ചെയ്യാൻ പറ്റും, അയാൾക്ക് പരാതിപ്പെടാൻ പറ്റും. അതാണ് എൻ്റെ ഒരു പ്രശ്നം. രണ്ട്, അത് അന്വേഷിക്കുകയാണെങ്കിൽ പരാതി കൊടുത്തിട്ടുണ്ട്, എല്ലായിടത്തും പരാതി കൊടുത്തു. അതെ. രണ്ട്, അത് അന്വേഷിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും. അത് എവിടെ നിന്നാണ് അതിൻ്റെ ഒറിജിൻ എന്ന് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും. ഈ രണ്ട് കാര്യങ്ങളുണ്ടായിരിക്കെ അത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് കളയാമെന്ന് ആരെങ്കിലും തീരുമാനിക്കും. ഞാൻ CPM അത് ഔദ്യോഗികമായിട്ട് തീരുമാനിച്ച് നടപ്പാക്കിയതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഏതെങ്കിലും ഒറ്റ ബുദ്ധി തീരുമാനിച്ച് ചെയ്തായിരിക്കും. ഇലക്ഷൻ്റെ സമയമാണല്ലോ, ആർക്കും എന്തും ചെയ്യാം. അപ്പോൾ ആ ബുദ്ധി
എന്താണ് ആ തലച്ചോറ് പ്രത്യേകമായി പരിശോധിക്കണം. ആ തലച്ചോറ് കൊണ്ട് CPM-നോ LDF-നോ ഭാവിയിലും പ്രയോജനമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. എന്തായാലും ഇതിന് പിന്നിലെ സത്യം എന്താണെന്ന് പറയാനുള്ള അധിക ബാധ്യത CPM-നുണ്ട്. കാരണം അവർ ഭരിക്കുന്ന സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയാണ്. പോലീസ് എന്ത് ചെയ്യുകയാണ്, അല്ലെങ്കിൽ കേസന്വേഷണം നടക്കുന്നുണ്ടോ, എന്തെങ്കിലും പുരോഗതി ഉണ്ടോ, അതിനകത്തൊരു വിശദീകരണം നൽകാൻ ആ പാർട്ടിക്ക് ബാധ്യതയുണ്ട്. നമുക്ക് നാളെ ഇരിക്കാം. നമസ്കാരം.